കൊല്ലത്ത് മദ്യം ലഭിക്കാൻ കൈക്കൂലി എന്ന പരാതി. കരുനാഗപ്പള്ളി ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെയാണ് പരാതി. ബിൽ തുകയ്ക്ക് പുറമെ ജീവനക്കാർ 50 രൂപ കൂടി ആവശ്യപ്പെടുന്നു എന്നതാണ് ആരോപണം. എക്സൈസ് മന്ത്രിക്ക് പരാതി നൽകി. ജീവനക്കാർ പണം വാങ്ങുന്ന ദൃശ്യം ഉൾപ്പെടെ അയച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം. ഉണ്ടോ സിലുവേഷനാറ് അന്വേഷിച്ച് നടപടിയെടുക്കാൻ സിഎംഡിക്ക് എക്സൈസ് മന്ത്രി എം ലിജു നിർദ്ദേശം നൽകി. ബെഫ്കോയുടെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം പരാതിയിൽ അന്വേഷണം നടത്തും. അല്പസമയത്തിനുള്ളിൽ കൊല്ലം ജില്ലാ ഓഡിറ്റ് ടീം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നേരിട്ടെത്തി പരിശോധന നടത്തും. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, ഇതവിടെ ഒരു രീതിയാണെന്ന് തോന്നുന്നു. സ്ഥിരം വിസിറ്റേഴ്സിനൊക്കെ വളരെ കൃത്യമായി അറിയാം ഇങ്ങനെ പണം നൽകണമെന്ന്. മധു, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പൊറുതിമുട്ടിയാണ് ഈ മദ്യം വാങ്ങാൻ എത്തുന്ന ഉപഭോക്താക്കൾ ഇത്തരത്തിൽ ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുകയും എക്സൈസ് മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും ചെയ്തത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ഈ മദ്യത്തിനൊപ്പം 50 രൂപ അധികം നൽകുന്നുണ്ട്. അതായത് മദ്യത്തിന് അമിത വില ഈടാക്കുന്ന ഒരു കൈക്കൂലി എന്ന രീതിയിൽ ഈ മദ്യം ലഭിക്കാൻ 50 രൂപ അധികം ഈ കരുനാഗപ്പള്ളിയിലെ വെബ്കോ ഔട്ട്ലെറ്റിൽ നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. സർക്കാർ മെച്ചപ്പെട്ട ശമ്പളം ഈ വെബ്കോ ഔട്ട്ലെറ്റിലെ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ ഓണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്ന ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് വെബ്കോ ആണ്. അപ്പോൾ അത്രമാത്രം ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ബെപ്കോയിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ മദ്യം വാങ്ങാൻ എത്തുന്ന ആളുകളെ പിഴിഞ്ഞ് ഇത്തരത്തിൽ 50 രൂപ വെച്ച് അധികം വാങ്ങിക്കുന്നത്. ഇത് കുറേ നാളായി ഈ ഔട്ട്ലെറ്റിലുള്ള പരിപാടി എന്നാണ് പൊതുവിൽ നാട്ടുകാരൊക്കെ പറയുന്നത്. അങ്ങനെയാണ് സഹി കെട്ട് ചില ആളുകൾ ഇത്തരത്തിൽ ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയ ജീവനക്കാരുടെ മുഖം ഉൾപ്പെടെ വെച്ച ദൃശ്യങ്ങൾ പകർത്തി മന്ത്രിക്ക് പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോഴെന്തായാലും എം ലിജു ഇടപെട്ടിരിക്കുന്ന. എക്സൈസ് മന്ത്രി സിഎംഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിഎംഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ക്വാഡിനോട് നേരിട്ട് ആ വെബ്കോ ഔട്ട്ലെറ്റിൽ പോയി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇതിൽ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കർശനമായ നടപടി ആ ജീവനക്കാരനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അമിതമായി പണം ഈടാക്കുന്നത്. എന്തായാലും ബാക്കി അവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനേ ഉള്ളൂ. ഇനി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും തിരിമറി ഈ ഉദ്യോഗസ്ഥർ നടത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ച ഉടൻ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി നേരിട്ട് ഇടപെടുകയും പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറേ നാളായി അവിടെയുള്ള ഒരു ഏർപ്പാടാണ്. പൊറുതിമുട്ടിയാണ് ഈ ഉപഭോക്താക്കൾ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടായത്. പരാതി ലഭിച്ച ഉടനെ തന്നെ എന്തായാലും എക്സൈസ് മന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും കർശനമായ നടപടിക്കുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാധു, എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണം സെയിലിലൊക്കെ സംസ്ഥാനത്ത് ഏറ്റവും അധികം റെക്കോർഡ് വിൽപ്പനയുണ്ടായ സ്റ്റോറുകളിലൊന്നാണ് ഈ കരുനാഗപ്പള്ളി ബെഫ്കോ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം നടക്കുന്ന കച്ചവടം, ബില്ലിംഗ് എത്രയാണെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയും. ഓരോ ബില്ലിലും ഈ തരത്തിലുള്ള പണം വാങ്ങുകയാണെങ്കിൽ അത് എത്രത്തോളം വലിയ സാമ്പത്തികമായ ചൂഷണമാണ് എന്നതാണ് ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ട്. ഇപ്പോൾ കള്ള് വാങ്ങാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു മോശപ്പെട്ട കസ്റ്റമർ അല്ല. അത് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ ഉപഭോക്താക്കൾക്കുള്ള എല്ലാ അവകാശവും ഉണ്ട്. അവിടെയാണ് ഈ കൈക്കൂലി നടക്കുന്നത് എന്നുള്ളതാണ്. എ.വി. ജയശങ്കറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.